പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, 2023 ജനുവരി 8 മുതൽ 2024 ഏപ്രിൽ 28 വരെയുള്ള വാർഷിക പ്രവർത്തന റിപ്പോർട്ട്. 2023 വാർഷികാഘോഷവും കുടുംബ സംഗമവും 2023 ജനുവരി 8 വൈകിട്ട് 5 മണിയോടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആദ്യം കുടുംബാംഗങ്ങളും കുട്ടികളും ചേർന്ന് നടത്തിയ മത്സരക്കളികളായിരുന്നു. 6:30 ശ്രീമതി ജയശ്രീ ചാക്കപ്പൻ്റെ പ്രാർത്ഥനാഗാനത്തോടെ പൊതുയോഗം ആരംഭിച്ചു. ശ്രീമതി ജെസ്സി ജിമ്മി സ്വാഗതം പറഞ്ഞു. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം കഴിഞ്ഞ വർഷം വേർപിരിഞ്ഞ 5 കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് ശ്രീ MP ജോസ് സംസാരിച്ചു. 1 മിനിറ്റ് മൗന പ്രാർത്ഥന നടത്തി. കരിമാലൂർ പള്ളി ഇടവക വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ ബൈജു വടക്കഞ്ചേരിയായിരുന്നു ഉദ്ഘാടകൻ. പ്രസിഡന്റ് ശ്രീ MK ജോർജിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം സെക്രട്ടറി MC വർഗീസ് റിപ്പോർട്ടും ട്രഷറർ ശ്രീ ടോമി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ച് പാസാക്കി. കരിമാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ MP ജോർജ്, ശ്രീമതി നിമ്മി ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പിന്നെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങായിരുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അസോസിയേഷൻ മുൻ ഭാരവാഹികളും ചേർന്നാണ് അത് നിർവഹിച്ചത്. ശ്രീമതി ഗ്രേസ് നെൽസൺ കൃതജ്ഞത പറഞ്ഞു. യോഗ നടപടികൾ അവസാനിച്ച ശേഷം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളായിരുന്നു. ശ്രീ MC വർഗീസ് സംഗീതം ചെയ്ത് അവതരിപ്പിച്ച സംഘഗാനത്തിൽ ശ്രീമതിമാർ ജെസ്സി ജിമ്മി, ജയശ്രീ ചാക്കപ്പൻ, ജീന ജോസ്, ഗ്രേസ് നെൽസൺ, നേഹ ബെൻസൺ എന്നിവർ ചേർന്ന് പാടി. ഡോക്ടർ ടെനീന ജോസ് പോൾ, അലക്സ് ബിജു, അമിത ടോമി, MP ജോസ് തുടങ്ങിയവരുടെ ഗാനങ്ങളും ഇവ മരിയയുടെ ആക്ഷൻ സോങ്ങും എലീന പോളിൻ്റെ മോണോ ആക്റ്റും എലീന എക്സയുടെ നാടോടി നൃത്തവും വളരെ നന്നായിരുന്നു. ശ്രീമതി നേഹ ബെൻസിൻ്റെ സിനിമാ ഗാനവും മനോഹരമായി. അതിനുശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രഗത്ഭരായ കലാകാരന്മാരുടെ പ്രകടനങ്ങളായിരുന്നു. നർത്തകരായ ശ്രീമതി കലാമണ്ഡലം രേഷ്മയുടെ മോഹിനിയാട്ടവും അഡ്വക്കേറ്റ് ആർജിത് ബാബു, ശ്രീമതി അപർണ മധു എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച മോഹിനിയാട്ടം, ഒഡീസി നൃത്തം എന്നിവ പ്രേക്ഷക മനസ്സിൽ മായാത്ത സ്ഥാനം പിടിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പുറത്തുനിന്നും ഗായകരായെത്തിയ ശ്രീ റനീഷ്, ശ്രീ ലോഡ്വിൻ ജോസ്, ശ്രീമതി ഉഷ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഗാനമേള വളരെ ആസ്വാദ്യകരമായിരുന്നു. പതിവിൽ കൂടുതൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നത് സന്തോഷകരമാണ്. ഓണാഘോഷം. ഓണം നമുക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും ചേർത്ത് ഓണം ആഘോഷിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ചെറിയൊരു ആഘോഷം നടത്തി. ഓരോരുത്തരും അവരവർ കൊണ്ടുവന്ന വിഭവങ്ങളുമായി സദ്യയൊരുക്കി. പ്രസിഡന്റ് ശ്രീ ജോർജിൻ്റെ ഭവനത്തിൽ ഒത്തുകൂടി സദ്യ കഴിഞ്ഞ് പാട്ടും കളികളുമായി കുറേ സമയം ആസ്വദിച്ച് ചെലവഴിച്ചു. ചികിത്സാ സഹായനിധി. നമ്മുടെ ഇടവകയിലെ വിധവയും ക്യാൻസർ രോഗിയുമായ സ്ത്രീയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം അപേക്ഷിച്ചു വന്നപ്പോൾ ആ വിഷയം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും കുടുംബാംഗങ്ങളിൽ നിന്നും അതിലേക്ക് വേണ്ടി ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നോട്ടീസ് ഇടാൻ തീരുമാനിച്ചു. നോട്ടീസ് ഇട്ടതനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സഹായ മനസ്കരായ കുറേ പേർ ആത്മാർത്ഥമായി കൈയരിഞ്ഞ് സഹായിക്കുകയും നമ്മൾ ലക്ഷ്യമിട്ട തുകയിൽ കൂടുതൽ സമാഹരിക്കുവാൻ നമുക്ക് സാധിക്കുകയും കഴിഞ്ഞു. അതിൽ 25,000 രൂപ ആ സ്ത്രീക്ക് സഹായമായി നൽകുകയും ചെയ്തു. പിന്നീട് ഇതുപോലെയുള്ള മറ്റൊരു രോഗിക്കും അതിൽ നിന്നും 5,000 രൂപ ചികിത്സ സഹായം നൽകുകയും ബാക്കിയുള്ള തുക അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. വിനോദയാത്ര. 22/10/2023 നമ്മൾ കഴിയുന്നത്ര അംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിനോദയാത്ര പോവുകയുണ്ടായി. തൃപ്പൂണിത്തുറ ഹിൽ പാലസ്, അരീക്കൽ വെള്ളച്ചാട്ടം, കൊച്ചരീക്കൽ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര വളരെ ആനന്ദപ്രദവും ആസ്വാദ്യകരവുമായിരുന്നു. കുടുംബ സന്ദർശനം. കഴിഞ്ഞ ക്രിസ്മസ് തലേന്ന് നമ്മുടെ പ്രായം ചെന്നവരും
രോഗികളുമായ അംഗങ്ങളുള്ള 12 വീടുകളിൽ ഭാരവാഹികൾ സന്ദർശിക്കുകയും ക്രിസ്തുമസ് കേക്കുകൾ സമ്മാനിച്ച് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ആദ്യമായി നടപ്പിലാക്കിയ ഈ പരിപാടിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ആയതിനാൽ തുടർന്നുള്ള വർഷങ്ങളിലും ഇത് തുടരുന്നത് നന്നായിരിക്കും. ചരമം 4 പേരാണ് ഈ വർഷം മരണം മൂലം നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയത്. 1 റോസിപ്പോൾ 25/1/23, മേഴ്സി ആന്റണി 30/1/23, ജോണി തോമസ് 22/2/24, ഡെയ്സി പൗലോസ് 7/4/24. നമ്മുടെ അംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ട വിവരം അറിഞ്ഞാൽ തത്സമയം തന്നെ ഭാരവാഹികൾ അവിടെ എത്തുകയും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു വരുന്നു. കൂടാതെ ആദരാഞ്ജലികൾ ആലേഖനം ചെയ്ത ബാനർ കെട്ടുകയും ഒരു സമയം നിശ്ചയിച്ച് അവിടെ ഒത്തുകൂടി പ്രാർത്ഥിക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തു പോരുന്നു. വിദ്യാഭ്യാസ അവാർഡ് അതാത് വർഷം SSLC, CBSE, 10th, +2-ന്റെ 3 വിഭാഗങ്ങൾ എന്നീ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കുന്നവർക്ക് സുമനസ്സുകളായ നമ്മുടെ അംഗങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ക്യാഷ് അവാർഡുകളും അസോസിയേഷൻ്റെ വക മെമൻറ്റോകളും നൽകി വരുന്നു. ഇവയെ കൂടാതെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയവർക്ക് മെമൻറ്റോകൾ നൽകിയും ആദരിച്ചു വരുന്നു. എഡ്യൂക്കേഷൻ എൻഡോമെൻറ്റുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ള അംഗങ്ങളുടെ പേരുകൾ നന്ദിപൂർവ്വം താഴെ ചേർക്കുന്നു. അൽഫോൻസ ജോയ് മെമ്മോറിയൽ എൻഡോമെൻറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ ജോയ് തോമസ്. MJ ആന്റണി മാസ്റ്റർ മെമ്മോറിയൽ എൻഡോമെൻറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ ആൻസൺ ആന്റണി. MJ ബേബി ആൻഡ് സിസിലി ബേബി മെമ്മോറിയൽ എൻഡോമെൻറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ ജോൺസൺ ബേബി. MC വർഗീസ് മെമ്മോറിയൽ എൻഡോമെൻറ്റ് സ്പോൺസേഡ് ബൈ ശ്രീമതി മേരി വർഗീസ്. MC ജോയ് ആൻഡ് ജെസ്സി ജോയ് മെമ്മോറിയൽ എൻഡോമെൻറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നിജു ജോയ്. കമ്മിറ്റികൾ ഈ വർഷം നമ്മൾ 16 കമ്മിറ്റികളാണ് കൂടിയിട്ടുള്ളത്. ഓരോ കമ്മിറ്റികളും മാറി മാറി ഓരോ കമ്മിറ്റി അംഗങ്ങളുടെ വീടുകളിൽ വെച്ചാണ് നടത്തിപ്പോരുന്നത്. വാർഷികം കഴിഞ്ഞ വർഷത്തെ വാർഷികത്തിന് നമ്മുടെ അംഗങ്ങളുടെ കലാപരിപാടികൾ കൂടാതെ പുറത്തുനിന്ന് ക്ഷണിച്ചു വരുത്തിയ കലാകാരന്മാരുടെ പരിപാടികൾ കൂടി വന്നപ്പോൾ സമയം തികയാതെ വന്നതിനാൽ ഇപ്രാവശ്യം നമ്മൾ അംഗങ്ങളുടെ പരിപാടികൾ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. പകരം പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു നല്ല സമ്മാനം നൽകുവാൻ തീരുമാനിച്ചു. വനിതാ വിങ് നമ്മുടെ സംഘടനയുടെ പിൻബലമായി പ്രവർത്തിക്കുവാൻ 15 പേരടങ്ങുന്ന ഒരു വനിതാ വിങ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൺവീനർ ശ്രീമതി ഷീല ജോസാണ്. മരണാനന്തര പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുവാനും വാർഷികാഘോഷങ്ങൾക്കും മറ്റും കലാപരിപാടികൾ സംഘടിപ്പിക്കുവാനും ഇവർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. പരസ്പര സഹായ നിധി നമ്മുടെ അസോസിയേഷൻ്റെ ഒരു പ്രധാന ധനാഗമന മാർഗമായ പരസ്പര സഹായ നിധി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കുടുംബാംഗങ്ങളുടെ നല്ല സഹായവും സഹകരണവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അതിന് ഞങ്ങൾ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അടുത്ത ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ റിപ്പോർട്ട് പൊതുയോഗം മുമ്പായി സമർപ്പിക്കുന്നു.